രാഹുൽ മാങ്കൂട്ടം എന്ന കോൺഗ്രസ് നേതാവ് 3 പെണ്ണ് കേസിലാണ് പ്രതിയായിട്ടുള്ളത്. അതോടുകൂടി അദ്ദേഹം കേരളത്തിലെ ഏറ്റവും വലിയ അറിയപ്പെടുന്നൊരു രാഷ്ട്രീയ നേതാവായി വലിയ ഒരു ആരാധനാ വൃന്ദത്തെ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിന് അനുകൂലമായും പ്രതികൂലമായും വാർത്താ മാധ്യമങ്ങളിലും അല്ലാതെയും വിമർശനങ്ങളും അഭിനന്ദനങ്ങളുമൊക്കെ വാരിച്ചൊരിഞ്ഞു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടം എന്ന കോൺഗ്രസ് നേതാവ് UDFനെ പ്രശസ്തിയുടെ ഉയരങ്ങളിലേക്ക് കൊണ്ടെത്തിച്ച് വിലസി നിൽക്കുമ്പോഴാണ് ആ UDFനെ തകർത്ത് താഴെയിട്ടുകൊണ്ട് ഗണേശൻ മുൻപന്തിയിൽ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പഴയ കാമുകി സിനിമാ നടി, പിന്നെ വളരെയേറെ പ്രശസ്തയാർജിച്ച ഒരു സോളാർ കേസിലെ നായിക, പിന്നെ ആദ്യ ഭാര്യ, രണ്ടാമത്തെ ഭാര്യ പൊക്കിയ 3ാമത്തെ ഭാര്യയാണോ ആയോ എന്ന ഉറപ്പില്ല. എങ്കിലും അങ്ങനെ ഇന്ന് ഏറ്റവും കൂടുതൽ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് LDFന്റെ ഗണേശനാണ്. ഇപ്പോൾ കോൺഗ്രസിനുണ്ടായിരുന്ന മേൽക്കൈ തീർന്നു. ഇപ്പോൾ കോൺഗ്രസിനെ കടത്തി വെട്ടിക്കൊണ്ട് ഗണേശൻ രംഗത്ത് വന്നതോടുകൂടി ഇനി LDFന്റെ പ്രവർത്തകർക്ക് ആത്മാഭിമാനത്തോടു കൂടി പറയാം, ഞങ്ങളുടെ നേതാവിന് അടുത്ത് കോൺഗ്രസിന്റെ നേതാവ് എത്തിയിട്ടില്ല, ഞങ്ങളുടെ നേതാവാണ് ഇപ്പോഴും മുൻപന്തിയിലെന്ന്. ഏതായാലും ഇത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് കാത്തിരുന്ന് കാണാം.